നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന മെഡിക്കൽ സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലർക്കും ചികിത്സ ആരംഭിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടാകുന്നത് പണമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ സർക്കാർ നൽകുന്ന നിരവധി സഹായ പദ്ധതികളെക്കുറിച്ച് ശരിയായ വിവരം ലഭിക്കാത്തതിനാൽ പലരും ഈ അവസരം ഉപയോഗപ്പെടുത്താതെ പോകുന്നു. ഈ വീഡിയോയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, കരുണ്യ ആരോഗ്യ സഹായ പദ്ധതി, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കാം. ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്താണെന്ന് നോക്കാം. കേരളത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയ്ക്കും അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും മറ്റ് അടിയന്തര ചികിത്സകൾക്കുമായി സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഹൃദയ ശസ്ത്രക്രിയ, കാൻസർ ചികിത്സ, വൃക്ക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ തുടങ്ങിയ നിരവധി സാഹചര്യങ്ങളിൽ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു പ്രധാന കാര്യം എല്ലാവരും മനസ്സിലാക്കണം: ഈ പദ്ധതിയിൽ എല്ലാവർക്കും ഒരേ തുക ലഭിക്കില്ല. ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിച്ച ശേഷമാണ് സഹായം അനുവദിക്കുന്നത്. രോഗത്തിന്റെ ഗുരുതരാവസ്ഥ, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ആശുപത്രിയുടെ ചികിത്സാ ചെലവ്, ഡോക്ടറുടെ റിപ്പോർട്ട് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സഹായത്തിന്റെ തുകയും അനുവദിക്കേണ്ടതുണ്ടോ എന്നതും തീരുമാനിക്കുന്നത്. ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുമ്പോൾ എന്തെല്ലാം രേഖകൾ ആവശ്യമായി വരുമെന്ന് നോക്കാം. സാധാരണയായി ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ റിപ്പോർട്ട്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, ആശുപത്രി നൽകിയ ചികിത്സാ ചെലവിന്റെ എസ്റ്റിമേറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ആവശ്യമായി വരാം. ചില സാഹചര്യങ്ങളിൽ കൂടുതൽ രേഖകളും ആവശ്യപ്പെടാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും കൃത്യമായി തയ്യാറാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം അപൂർണമായ അപേക്ഷകൾക്ക് കൂടുതൽ സമയം വേണ്ടിവരാം. ചിലപ്പോൾ അധിക രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകാം. അതിനാൽ ചികിത്സ നടത്തുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ രേഖകൾ മുൻകൂട്ടി ഉറപ്പാക്കുക. ഇനി കരുണ്യ ആരോഗ്യ സഹായ പദ്ധതിയെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഗുരുതര രോഗികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനുള്ള പ്രധാന പദ്ധതികളിൽ ഒന്നാണ് കരുണ്യ ആരോഗ്യ സഹായ പദ്ധതി. അർഹത സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. രോഗത്തിന്റെ സ്വഭാവം, ചികിത്സാ ആവശ്യകത, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നിവയും ഇതിൽ പരിഗണിക്കപ്പെടുന്നു. ഇനി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നോക്കാം. അർഹരായ കുടുംബങ്ങൾക്ക് സർക്കാർ അംഗീകരിച്ച നിരവധി ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുന്ന ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്. അതിനാൽ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബം ഈ പദ്ധതിക്ക് അർഹമാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാകും: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും മറ്റ് ആരോഗ്യ സഹായ പദ്ധതികളും ഒരുമിച്ച് ലഭിക്കുമോ എന്നത്. ഓരോ കേസും പ്രത്യേകം പരിശോധിച്ചാണ് ബന്ധപ്പെട്ട അധികാരികൾ തീരുമാനിക്കുന്നത്. അതിനാൽ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം മുന്നോട്ടു പോകുക. സർക്കാർ സഹായം ലഭിക്കുമെന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾക്ക് പണം നൽകുകയോ ഇടനിലക്കാരെ ആശ്രയിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രം അപേക്ഷ സമർപ്പിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകളും ഉറപ്പില്ലാത്ത സഹായതുകയും വിശ്വസിക്കരുത്. ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ നിന്ന് മാത്രം ശരിയായ വിവരം സ്വീകരിക്കുക. അവസാനമായി എല്ലാവരും ഓർമ്മിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിക്കുന്ന സഹായം ഒരു നിശ്ചിത തുകയല്ല. ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിച്ച ശേഷമാണ് സഹായത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. രോഗത്തിന്റെ ഗുരുതരാവസ്ഥ, ചികിത്സാ ചെലവ്, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ലഭ്യമായ രേഖകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനമുണ്ടാകുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും ശരിയാണെന്ന് ഉറപ്പാക്കുക. ചികിത്സ നടത്തുന്ന ആശുപത്രിയിൽ നിന്ന് ആവശ്യമായ രേഖകളുടെ പട്ടിക വാങ്ങുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറേറ്റ്, ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെടുക. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. തെറ്റായ പ്രചാരണങ്ങളിൽ വീഴാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ വിവരം എത്തിക്കാൻ സഹായിക്കുക. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.